അടുത്ത ടോപ്പിക്ക് ഇൻവേഴ്സ് ഓഫ് എ 3/3 മെട്രിക്സ് ആണ്. നേരത്തെ 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതിൽ കോഫാക്ടർ ഒന്നും കണ്ടുപിടിച്ചിട്ടല്ല ചെയ്തത്, ഡയഗണൽസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഓഫ് ഡയഗണൽസിന് നെഗറ്റീവ് കൊടുത്തു. ആ ടെക്നിക്ക് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു 3/3 മെട്രിക്സ് എ തന്നിട്ടുണ്ട്. ഇവിടെ 102 210 321. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അതിൽ 9 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 9 എലമെൻറ്റ്സിൻ്റെയും കോഫാക്ടർ നിങ്ങൾ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 9 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 102. ഫസ്റ്റ് റോയിൽ ഓരോരോ എലമെൻറ്റ്സ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 1 ആണ്. 1 എന്ന് പറയുന്ന ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ്. അതുകൊണ്ടാണ് -1 + 1 എന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 1021 എന്ന് കിട്ടും. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഈ ഫസ്റ്റ് 1 വരുന്ന റോ കളയണം, കോളം കളയണം. ഇങ്ങനെയൊക്കെ കൈ വെച്ചൊക്കെ നോക്കണം, അങ്ങനെ കളയാം. 1021. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇത് 1 + 1 2 ആണ്. ഈവൻ വരുമ്പോൾ പ്ലസ് വരും. അപ്പോൾ 1 × 1 1 -2 × 0 0 1 - 0 1. ഇവിടെ പ്ലസ് ആണ്. ഇനി അടുത്ത ഈ സീറോയുടെ കോഫാക്ടർ ഓഫ് 0 = ഇത് റോ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അതുകൊണ്ട് 1 + 2 എന്ന് എഴുതും. -1 + 2 എന്ന് എഴുതും. എന്നിട്ട് ഇതും കളയും. ഇതും കളഞ്ഞു കഴിഞ്ഞാൽ 2031 അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇത് 3 ആണ്. 1 + 2 3 ആണ്. ഓഡ് ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ മൈനസ് വരും. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 2 × 1 2 -3 × 0 0. അപ്പം -2 എന്ന് വരും കോഫാക്ടർ ഓഫ് 0. അടുത്ത കോഫാക്ടർ ഓഫ് 2 ആണ്. 2ൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് -1 ഫസ്റ്റ് റോ തേർഡ് കോളം. അതുകൊണ്ട് 1 + 3 എന്ന് എഴുതണം. -1 + 3. എന്നിട്ട് ഈ ഫസ്റ്റ് റോ കളയണം, തേർഡ് കോളം കളഞ്ഞാൽ 2132. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് 3 + 1 അല്ലെങ്കിൽ 1 + 3 4 ആണ്. 4 ഈവൻ ആണ്. അതുകൊണ്ട് ഇത് പ്ലസ് വരും. 2 × 2 4 വരും. -3 × 1 3 4 - 3 1. അപ്പോൾ ഫസ്റ്റ് റോയുടെ കോഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. സെക്കൻഡ് റോ 2 ഉണ്ട്, 1 ഉണ്ട്, 0. ആദ്യം 2 കോഫാക്ടർ ഓഫ് 2 അത് കണ്ടുപിടിക്കാനായിട്ട് -1 ഇത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അതുകൊണ്ട് 2 + 1 എന്ന് എഴുതും. -1 2 + 1. എന്നിട്ട് സെക്കൻഡ് റോ കളയണം, ഫസ്റ്റ് കോളം കളയണം. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം കളയാൻ കിട്ടും 0221. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, 0221. അപ്പോൾ 0221 ഇതിപ്പം 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. ഓടാണ്. ഓട് വരുമ്പോൾ ഇവിടെ മൈനസ് വരും. ഈ 0യും 1 കൂടെ മൾട്ടിപ്ലൈ ആയപ്പോൾ 0 വരും. -2 × 2 കൂടെ മൾട്ടിപ്ലൈ ആയപ്പോൾ 4 വരും. 0 - 4. അപ്പോൾ ഇത് മൈനസ് ഇത് മൈനസ്, 2 മൈനസ് പ്ലസ്. അപ്പോൾ 4 എന്ന് വരും ആൻസർ. അടുത്ത 1 കോഫാക്ടർ ഓഫ് 1 വരുമ്പോൾ -1 ഇത് സെക്കൻഡ് റോ ആണ്, സെക്കൻഡ് കോളമാണ്. ഈ 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലാണ്, സെക്കൻഡ് കോളത്തിലാണ്. അതുകൊണ്ട് 2 + 2 എന്ന് എഴുതി. -1 2 + 2. ഇനി എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് റോ കളയണം, ഈ സെക്കൻഡ് കോളവും കളയണം. അങ്ങനെ കളയപ്പോൾ 1 2 3 1 എന്ന് വരും. ഡിറ്റർമിനൻറ്റ് 1 2 3 1. ഇത് 2 + 2 4 ആണ്. 4 ഈവൻ ആണ്. അതുകൊണ്ട് പ്ലസ്. 1 × 1 1 -2 × 3 6 1 - 6 എന്ന് വരും. 1 - 6 -5 എന്ന് വരും. അടുത്ത സീറോയുടെ കോഫാക്ടർ ഓഫ് 0 വരുമ്പോൾ ഇത് സെക്കൻഡ് റോ ആണ്, തേർഡ് കോളമാണ്. അതുകൊണ്ട് 2 + 3 എന്ന് എഴുതാം. -1 2 + 3. ഇനി എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് കളയണം, തേർഡ് കോളത്തിലെ എലമെൻറ്റ്സ് കളയപ്പോൾ 1032 എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 1032. 2 + 3 ഓടാണ്, 5 ആണ്. 5 ഓടാണ്. അതുകൊണ്ട് ഇവിടെ മൈനസ് വരും. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ 1 × 2 2 -3 × 0 0. അപ്പോൾ എന്ത് വരും? -2 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് വേണം. അതിൽ ആദ്യത്തെ എലമെൻറ്റ്, തേർഡ് റോയുടെ ഫസ്റ്റ് എലമെൻറ്റ് 3 ആണ്. 3 എന്ന് പറയുന്നത് തേർഡ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ 3 + 1 -1 3 + 1. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് കോളം കളയണം, തേർഡ് റോ കളയണം. 0 2 1 0 എന്ന് വരും. ഡിറ്റർമിനൻറ്റ് 0 2 1 0. ഇത് 4 ആണ്. 3 + 1 4. 4 ഈവൻ ആണ്. അതുകൊണ്ട് ഇത് പ്ലസ് വരും. 0യും 0യും മൾട്ടിപ്ലൈ ചെയ്താൽ 0 -1 × 2 2. അപ്പോൾ 0 - 2 -2 എന്ന് വരും. അടുത്ത ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടറാണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് തേർഡ് റോയിലും സെക്കൻഡ് കോളത്തിലും. അപ്പോൾ 3 + 2 -1 3 + 2 എന്ന് എഴുതണം. ഡിറ്റർമിനൻറ്റ് ഇനി എന്ത് എഴുതണം? തേർഡ് റോ കളയണം, സെക്കൻഡ് കോളം കളയണം. ബാക്കി വരുന്നത് 1 2 2 0. തേർഡ് റോയും സെക്കൻഡ് കോളവും കളഞ്ഞാൽ 1 2 2 0.
അപ്പോൾ ഡിറ്റർമിനൻറ്റ് 1 2 2 0 എന്ന് വരും. ഇത് 5 ആണ്, -1 5 ഓഡാണ്. ഓഡായതുകൊണ്ട് ഇവിടെ മൈനസ് വരും. അപ്പോൾ 1 × 0 0 എന്ന് വരും, -2 × 2 4. ഈ രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ് വരും 4. ഇനി ലാസ്റ്റ് എലമെൻറ്റ് 1. ഈ 1ൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം. ഈ 1 എന്ന് പറയുന്നത് തേർഡ് റോയിലാണ്, തേർഡ് കോളത്തിലാണ്. അപ്പോൾ 3 + 3 -1 3 + 3 എന്ന് എഴുതും. ഡിറ്റർമിനൻറ്റ് തേർഡ് റോയും തേർഡ് കോളവും കളഞ്ഞാൽ 1021 ഡിറ്റർമിനൻറ്റ്. ഇത് 6 ആണ്. 6 ഈവൻ ആണ്, അതുകൊണ്ട് പ്ലസ് വരും. 1 × 1 1 -2 × 0 0. അപ്പോൾ 1 എന്ന് വരും. ഇതാണ് കോഫാക്ടേഴ്സ്. ഇനി ഇപ്പോൾ കണ്ടുപിടിച്ച 9 കോഫാക്ടേഴ്സ് ഉണ്ട്. ഈ കോഫാക്ടേഴ്സ് എല്ലാം എടുത്ത് നമ്മൾ ഒരു മെട്രിക്സ് ആക്കണം. അതിന് ഫസ്റ്റ് റോയുടെ കോഫാക്ടേഴ്സ് ആണ് 1 -2 1. അത് ഫസ്റ്റ് റോ ആയിട്ട് എഴുതണം. ഫസ്റ്റ് റോയുടെ കോഫാക്ടേഴ്സ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ് 4 -5 -2. അത് സെക്കൻഡ് റോ, 4 -5 -2. തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് -2 4 1. അത് തേർഡ് റോ, -2 4 1. അടുത്ത് നമ്മൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് കിട്ടും. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ് ഓഫ് എ. അപ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി മാറും. ആ 1 -2 1 ഫസ്റ്റ് റോ ആണ്, അത് ഫസ്റ്റ് കോളമാവും. സെക്കൻഡ് റോ സെക്കൻഡ് കോളമായി മാറും. തേർഡ് റോ തേർഡ് കോളമായി മാറും. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഡിറ്റർമിനൻ്റ് എ കൂടെ വേണം. അത് നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുകയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് എലമെൻറ്റ് വരുന്ന റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനൻ്റ് 1 0 2 1. പിന്നെ മൈനസ് സെക്കൻഡ് എലമെൻറ്റ് 0. സെക്കൻഡ് എലമെൻറ്റ് വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2 0 3 1. പ്ലസ് തേർഡ് എലമെൻറ്റ് 2 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2 1 3 2. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് വാല്യുവേറ്റ് ചെയ്യണം. 1 1 തന്നെ. 1 × 1 1 -0. 2 × 0 0. 1 -0 മൈനസ് ഇത് 0 ആയി പോകും. പ്ലസ് 2 × 2 4 -3 × 1 3 4 -3. ഇത് 1 ആണ്, ഇത് 0 ആയിപ്പോയി. ഇത് 4 - 3 1 പ്ലസ് 2 × 1 1 + 2 എന്ന് വരും, 3 എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ = 3 എന്ന് വരും. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. അടുത്ത എ ഇൻവേഴ്സ് കാണാനുള്ള ഫോമുല അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അഡ്ജോയിൻ്റ് ഓഫ് എയുടെ നമ്മളിപ്പം കണ്ടുപിടിച്ചു. ആ അഡ്ജോയിൻ്റ് ഓഫ് എ ഇങ്ങനെ എഴുതണം. മെട്രിക്സ് ആണ്. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ 3. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഇത് എഴുതി പഠിക്കുക. ഇതുപോലെ വേറെ പ്രോബ്ലംസും ഇതേപോലെ തന്നെ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റായിട്ട് കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു പ്രോബ്ലമാണ്. ഇൻവേഴ്സിൽ നിന്നും 5 മാർക്ക് ഉറപ്പാണ് ഇതിനകത്തുനിന്ന്. ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇവിടെ എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. x - y + z = 0 ഒരു ലീനിയർ ഇക്വേഷനാണ്. അതിൽ 3 വേരിയബിൾസ് ഉണ്ട്. 2x + y - 3z = 0 സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ ഇൻ 3 വേരിയബിൾസ്. ആൻഡ് തേർഡ് ലീനിയർ ഇക്വേഷൻ x + y + z = 2. 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ 3 വേരിയബിളിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സൊല്യൂഷൻ യൂണീക്കും ആയിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മളിതിനെ സോൾവ് ചെയ്യുന്നത്? ക്രാമേഴ്സ് റൂൾ നമുക്കറിയാം. ഇവിടെ ക്രാമേഴ്സ് റൂൾ അല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരു പ്രോബ്ലം ചോദിക്കുമ്പോൾ സോൾവ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് മെത്തേഡ് എന്ന് പറയും. ഇത് രണ്ടും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്രാമേഴ്സ് റൂൾ വെച്ച് ചെയ്യണം. ഇൻവേഴ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇനി പഠിപ്പിക്കാൻ പോകുന്ന മെത്തേഡ് വെച്ച് നിങ്ങൾ സോൾവ് ചെയ്യണം. നോക്കാം. ഇവിടെ ഇതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മെട്രിക്സിൻ്റെ രൂപത്തിലാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എക്സ് വൈ ഇസഡിൻ്റെ കോഎഫിഷ്യൻസ് എടുക്കണം. ഫസ്റ്റ് റോയിൽ കോഎഫിഷ്യൻസ് 1 - 1 1. ഇത് -1 ഉൾപ്പെടെ എടുക്കണം. ഇവിടെ എക്സിൻ്റെ ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1 എന്നർത്ഥം. ഇസഡിൻ്റെ ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1. അപ്പോൾ 1 -1 1. സെക്കൻഡ് റോയിൽ ഇത് 2 വരും, ഇവിടെ 1 വരും, ഇവിടെ -3 വരും. അപ്പോൾ 2 1 -3 എന്ന് വരും.
ഇത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, വൈയുടെ കോഎഫിഷ്യൻ്റ് 1, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1. അപ്പോൾ 1 1 1 അതൊരു മെട്രിക്സ് ആക്കി മാറ്റണം. അതാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എഴുതി, എന്നിട്ട് റൈറ്റ് സൈഡിൽ ഒരു കോളം എഴുതണം. ആ കോളത്തിൽ വേരിയബിൾസ് എഴുതണം, എക്സ് വൈ ഇസഡ്. റൈറ്റ് സൈഡിൽ ഒരു കോളം ആക്കിയിട്ട് 4 0 2 എഴുതണം. ഈ റൈറ്റ് സൈഡിലെ വാല്യൂസ് എല്ലാം കൂടി കോളം ആക്കി എഴുതണം. അപ്പോൾ ഇതെല്ലാം 3 മെട്രിക്സ് ആയി. ഇതൊരു 3x3 മെട്രിക്സ്, ഇതൊരു കോളം മെട്രിക്സ്, ഇതൊരു കോളം മെട്രിക്സ്. ഇതിന് ഈ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇതിന് വേരിയബിൾസിൻ്റെ ഒരു മെട്രിക്സ് ആണ്, ക്യാപിറ്റൽ എക്സ് എന്ന് വിളിക്കാം. ഇതിന് റൈറ്റ് സൈഡിലുള്ള കോളം ഓഫ് കോൺസ്റ്റൻസ് ആണ്, പിന്നെ നമുക്ക് ഡി എന്ന് വിളിക്കാം. അപ്പോൾ ഇതൊരു മെട്രിക്സ് ഇക്വേഷനാണ്. എ എന്നൊരു മെട്രിക്സ് ആണ്, എക്സ് എന്നൊരു മെട്രിക്സ് ആണ്, ഡി എന്നൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഈ മെട്രിക്സിൻ്റെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതണം. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് ഇതാണ്. ഇനി എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതായത് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് is equal to 1/a into d. 1/a എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ആണ്, എ ഇൻവേഴ്സ് ഇൻറ്റു ഡി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ഡി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടുന്നതൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് കുറേ എഴുതേണ്ടി വരും. കോ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എ എഴുതണം. എ is equal to 1 minus 1 1 2 1 minus 3 1 1 1. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനാദ്യം ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ is equal to, ആദ്യം ഫസ്റ്റ് എലമെൻറ്റ് 1 എടുക്കുക. 1 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുമ്പോൾ 1 മൈനസ് 3 1 1 എന്ന് വരും. പിന്നെ ഒരു മൈനസ്, എന്നിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് -1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഈ -1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2 മൈനസ് 3 1 1. ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. ഈ -1 വരുന്ന റോ കളയണം, കോളം കളയണം. ബാക്കി വരുന്ന 2 മൈനസ് 3 1 1. പിന്നെ ഒരു പ്ലസ് ഇടണം. പ്ലസ് ഇട്ടിട്ട് ഈ മൂന്നാമത്തെ എലമെൻറ്റ് 1 എഴുതണം. ദെൻ ഡിറ്റർമിനൻറ്റ്. ഈ 1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2 1 1 1. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 into 1 1 മൈനസ് -3. 1 into -3 ആകുമ്പോൾ ഇവിടെ മൈനസ് ആണ് കൊടുക്കേണ്ടത്. 1 മൈനസ് -3. ഇത് മൈനസ് മൈനസ് പ്ലസ്. 2 into 1 2 മൈനസ് -3. 1 into -3 is -3. ഇവിടെ ഒരു മൈനസ് നമ്മൾ കൊടുക്കും. അപ്പോൾ 2 മൈനസ് -3 പ്ലസ് 2 into 1 2 മൈനസ് 1 into 1 1 is equal to, ഇത് 1 plus 3 എന്ന് വരും, പ്ലസ് ഇത് 2 plus 3 എന്ന് വരും, പ്ലസ് ഇത് 1 എന്ന് വരും. എല്ലാം കൂടെ 3 3 6 2 8 2 10. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് എ is equal to 10 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ 0 അല്ല, അതുകൊണ്ട് എ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോ ഫാക്ടേഴ്സ്, എയുടെ കോ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. നമ്മളിനി ഇവിടെ ഓരോരോ എലമെൻസിൻ്റെ കോ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം ഫസ്റ്റ് റോ എടുക്കുന്നു. ഫസ്റ്റ് റോയിൽ 1ൻ്റെ കോ ഫാക്ടർ കണ്ടുപിടിക്കണം. 1ൻ്റെ കോ ഫാക്ടർ എന്ന് പറയുമ്പോൾ -1 റേസ് ടു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇത് ഫസ്റ്റ് റോ, ഇത് ഫസ്റ്റ് കോളം. അപ്പോൾ 1 + 1. ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കളഞ്ഞാൽ 1 - 3 1 1 1 - 3 1 1. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇത് പ്ലസ് ആണ്, 2 വരും, 2 ഈവൻ ആണ്. അതുകൊണ്ട് 1 + 1 into 1 1 മൈനസ് 1 into -3 -3. അപ്പോൾ 1 + 3 4 എന്ന് വരും. അടുത്ത കോ ഫാക്ടർ ഓഫ് -1 is equal to -1 റേസ് ടു, ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ -1 റേസ് ടു 1 + 2 1 + 2. ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കളഞ്ഞാൽ 2 - 3 1 1 2 - 3 1 1. ഇത് ഓഡാണ്, 3 ആണ്. 1 + 2 3. ഓഡ് ആയതുകൊണ്ട് മൈനസ് വരും. ഇത് 2 2 into 1 2 മൈനസ് 1 into -3 -3. അപ്പോൾ 2 - -3 2 + 3. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ -5. അടുത്ത് ഈ 1ൻ്റെ കോ ഫാക്ടർ ഓഫ് 1. 1 വരുന്ന റോ ഫസ്റ്റ് റോ കോളം തേർഡ് കോളം. 1 + 3 -1 റേസ് 1 + 3. ഡിറ്റർമിനൻറ്റ് 1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2 1 1 1. ഇതിന് ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ ഇത് 4 ആണ്. 1 + 3 4 ആണ്. 4 ഈവൻ ആണ്, അതുകൊണ്ട് പ്ലസ് വരും. ഇത് 2 into 1 2 മൈനസ് 1 into 1 1 2 - 1 is equal to 1. അടുത്ത കോ ഫാക്ടർ ഓഫ് 2. 2ൻ്റെ കോ ഫാക്ടർ ആണ്. സെക്കൻഡ് റോയുടെ എലമെൻസിൻ്റെ കോ ഫാക്ടർ എടുക്കണം.
ഫസ്റ്റ് 2 എന്നുള്ള എലമെന്റ് അതിന്റെ കോഫാക്ടർ എടുക്കുമ്പോൾ -1 റേസ് ടു ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ 2 + 1 -1 റേസ് ടു 2 + 1. ഈ -1 റേസ് ടു 2 + 1 ഇൻറ്റു ഡിറ്റർമിനന്റ് ഈ 2 വരുന്ന റോ കളയണം, ഇത് കളയണം, കോളം കളയണം. ബാക്കി -1 1 1 1 -1 1 1 1. ഇത് ഓഡാണ്. 2 + 3 3 ഓഡാണ്. 2 + 1 3 ഓഡാണ്. അപ്പോൾ ഇത് മൈനസ് -1 × 1 is -1 × 1 is -1 -1 × 1 is 1. അപ്പോൾ -1 is -1 is -2. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പം +2. അടുത്ത 1 ന്റെ കോഫാക്ടർ. ഈ 1 സെക്കൻഡ് റോയിൽ ഈ 1 കോഫാക്ടർ ഓഫ് 1 ഈസ് ഈക്വൽ ടു ഇത് സെക്കൻഡ് റോ ആണ്, സെക്കൻഡ് കോളം ആണ്. അപ്പോൾ 2 + 2 -1 റേസ് ടു 2 + 2 അത് 4 ആണ്, അതുകൊണ്ട് പ്ലസ് വരും. ഡിറ്റർമിനന്റ് ഈ സെക്കൻഡ് റോ സെക്കൻഡ് കോളം കളയണം. ഈ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കളഞ്ഞാൽ 1 1 1 1 and 1 1 1 1. ഇതിന്റെ ഡിറ്റർമിനന്റ് 1 × 1 -1 × 1 0 ആയിപ്പോ. 1 - 1 0. അടുത്ത ഈ -3 യുടെ കോഫാക്ടർ ഓഫ് -3. -3 കോഫാക്ടർ എടുക്കുമ്പോൾ -1 റേസ് ടു സെക്കൻഡ് റോ ആണ്, സെക്കൻഡ് റോ തേർഡ് കോളം. അപ്പോൾ 2 + 3 -1 റേസ് ടു 2 + 3 സെക്കൻഡ് റോ തേർഡ് കോളം -1 റേസ് ടു 2 + 3. ഡിറ്റർമിനന്റ് ഈ സെക്കൻഡ് റോയും തേർഡ് കോളവും കളഞ്ഞാൽ 1 -1 1 1 1 -1 1 1. ഇത് 2 + 3 5 ആണ്, ഓഡ് ആണ്, അതുകൊണ്ട് ഇവിടെ മൈനസ് വരും. 1 × 1 1 -1 × -1 പ്ലസ് ആണ്. 1 + 1 2 ആണ്. ഇവിടുത്തെ മൈനസ് ഉള്ളതുകൊണ്ട് -2 എന്ന് വരും. ഇനി നമ്മൾ തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുകയാണ്. അടുത്ത നമ്മൾ തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് എടുക്കുകയാണ്. തേർഡ് റോയിലെല്ലാം 1 ആണ്. അപ്പോൾ ആദ്യത്തെ 1 കോഫാക്ടർ ഓഫ് 1. ഇവിടെ 1 റോ തേർഡ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ 3 + 1 എന്ന് വരും. -1 റേസ് ടു 3 + 1. ഡിറ്റർമിനന്റ് തേർഡ് റോയും ഫസ്റ്റ് കോളവും കഴിഞ്ഞാൽ -1 1 1 -3 -1 1 1 -3. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആണ്. -1 -3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 എന്ന് വരും. -1 × 1 is 1 3 - 1 is equal to 2. അപ്പോൾ ഇവിടെ 2 എന്ന് വരും. അടുത്തത് ഈ കോഫാക്ടർ ഓഫ് ഈ 1 ആണ്. ഈ 1 കോഫാക്ടർ എടുക്കുമ്പോൾ ഈ റോയും കോളവും കളയണം. കോളം കളയപ്പോൾ 1 1 2 -3 1 1 2 -3 -1 റേസ് ടു തേർഡ് റോ സെക്കൻഡ് കോളം 3 + 2 3 + 2 5 ആണ്, ഓഡ് ആയതുകൊണ്ട് മൈനസ്. ഇത് 1 × -3 -3 -2 × 1 is 2 -3 -2 is -5 +5. അടുത്ത കോഫാക്ടർ ഓഫ് 1 ഈ 1 കോഫാക്ടർ. അപ്പോൾ തേർഡ് റോ തേർഡ് കോളമാണ്. അപ്പോൾ -1 റേസ് ടു 3 + 3 എന്ന് വരും. ഡിറ്റർമിനന്റ് ഈ തേർഡ് റോയും തേർഡ് കോളവും കളഞ്ഞാൽ 1 - 1 2 1 1 - 1 2 1. അപ്പോൾ ഇത് 6 ആണ്. 6 ആകുമ്പോൾ -1 റേസ് 6 ആകുമ്പോൾ പ്ലസ് വരും. 1 × 1 is 1 -2 × -1 is -2 1 - -2 is 1 + 2 3 എന്ന് വരും. അപ്പോൾ എല്ലാ കോഫാക്ടേഴ്സും കിട്ടി. ഇനി കോഫാക്ടർ മാട്രിക്സ് എഴുതണം. Cofactor matrix is equal to determinant first row 4 -5 1. ഇവിടുത്തെ ഫസ്റ്റ് റോയുടെ കോഫാക്ടേഴ്സ് എഴുതണം. 4 -5 1. സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സ് 2 0 -2. തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് 2 5 3. ഇതൊരു ലെങ്തി പ്രോസസ്സാണ് കോഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കോഫാക്ടർ മെട്രിക്സ് നമുക്ക് കിട്ടി. 4 -5 1 2 0 -2 2 5 +3 -3 അല്ലത് +3 ആണ്. അപ്പോൾ ഇനി എന്നിട്ട് അഡ്ജോയിൻറ്റ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ കോഫാക്ടർ മെട്രിക്സ് വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. കോഫാക്ടർ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് കോളമായി മാറും. അപ്പോൾ ഇവിടെ അഡ്ജോയിൻറ്റ് ഓഫ് എയിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി മാറും. 4 -5 1. അടുത്ത സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആവും. 2 0 -2. തേർഡ് റോ തേർഡ് കോളം 2 5 3. ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിറ്റർമിനന്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഇത് 4 2 2 എന്നിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. ഈ എക്സും വൈസും കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഫോർമുല ഇതാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഡി. എ ഇൻവേഴ്സ് ഡി. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇതാണ് 4 2 2
4 2 2 minus 5 0 5 and 1 minus 2 3 divided by 10. ഇതാണ് എ ഇൻവേഴ്സ് ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ 402. റൈറ്റ് സൈഡിൽ എഴുതാം 402. അപ്പോൾ ഇവിടെ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് വരുന്നത്. രണ്ട് മെട്രിക്സസ് നമുക്ക് മൾട്ടിപ്ലൈ അറിയാം. റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്, റോ കോളം ഓപ്പറേഷൻ. അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്ലൈ നോക്കാം. ഫസ്റ്റ് റോ ഉണ്ട്, ഫസ്റ്റ് കോളം ഒറ്റ കോളമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് റോ 4 2 2, ഫസ്റ്റ് കോളം 4 2 2 4 0 ഫസ്റ്റ് കോളം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 + 0 + 4 20 എന്ന് വരും. അപ്പോൾ ഇവിടെ ആദ്യത്തെ റോ 20. രണ്ടാമത്തെ റോ സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -5 0 5 കൊണ്ട് ഫസ്റ്റ് കോളം 4 0 2 ഒറ്റ കോളമേ ഉള്ളൂ. ഇത് -20 + 0 + 10. -20 + 10 ഈസ് -10. അപ്പോൾ ഇവിടെ -10. അടുത്തത് തേർഡ് റോ 1 - 2 3. അതുകൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. 4 0 2 4 × 1 1 × 4 1 × 4 4 -2 × 0 0 + 3 × 2 6 10 എന്ന് വരും. അപ്പോൾ ഇവിടെ 10 ഡിവൈഡഡ് ബൈ 10 = 10 കൊണ്ട് ഓരോന്നിനെ ഡിവൈഡ് ചെയ്യണം. 20 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, -10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1, 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ലെഫ്റ്റ് സൈഡ് XYZ ആണ്, ഡി ആണ് XYZ. അപ്പോൾ നമുക്ക് എക്സിന് കറസ്പോണ്ടിങ് 2 ആണ്. അപ്പോൾ x = 2 എന്ന് എഴുതാം, y = -1 എന്ന് എഴുതാം, z = 1 എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഈ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസിന് നമ്മൾ സോൾവ് ചെയ്യുന്നത്, ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, കോഫാക്ടർ മെട്രിക്സ് ഫോം ചെയ്യുക, അഡ്ജോയിൻറ്റ് A5 കണ്ടുപിടിക്കുക, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എ ഇൻവേഴ്സിനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് XYZ കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി പഠിക്കുക, വേറെ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. ഇതിന് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ റീവൈൻഡ് ചെയ്ത് നിങ്ങൾ കാണുക.